ഇന്ത്യ ആ പേര് കൊണ്ടാണ് ഇത്തവണ ഇത്രയും സീറ്റ് കിട്ടിയത്. ഇന്ത്യ ആ പേരാണ് അദ്ദേഹത്തിന്റെ മാത്രം ആശയമായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് പേര്. ബാംഗ്ലൂരിലത്തെ യോഗം, ബാംഗ്ലൂരിലെ യോഗം വിളിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, നമുക്ക് ഞാൻ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞു ഒരു പേരിടണമെന്ന് പറഞ്ഞു. പല പേരുകളും ആശയം വന്നു. അപ്പോൾ ഇങ്ങനെ ആശയം വന്നപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പേര് വന്നു, നമുക്ക് നല്ലൊരു പേര് വേണം, എന്താ പേര് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളി തന്നെ പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. നിതീഷ് കുമാർ അതിനെ എതിർത്തു വന്നേരും, ആ യോഗത്തിൽ എതിർത്തു ആദ്യത്തെ ദിവസം. പക്ഷെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടിൽ പറഞ്ഞു. മമതാ ബാനർജിക്ക് സമ്മതമായിരുന്നു. മമതാ ബാനർജി ആ പേരിന് വേണ്ടിയായിരുന്നു, ബാക്കി എല്ലാവരും ആ പേരിന് വേണ്ടിയിട്ടായിരുന്നു. നിതീഷ് കുമാർ പറഞ്ഞു അതൊരു ഇംഗ്ലീഷ് പേരായിട്ട് ചിത്രീകരിക്കപ്പെടും, അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറ്റും. പിന്നെ പുള്ളി അന്ന് പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്, അതായത് NTA എന്ന് പറയുന്നത് കൂടെ വരും അതിനകത്ത്. INDIA എന്ന് പറയുമ്പോൾ NDA കൂടെ വരും. അതുകൊണ്ടാണ് ഇൻക്ലൂസീവ് കൂടെ അതിലൂടെ വന്നത്. ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി ആയിരിക്കുമോ മത്സരിക്കുക, അതോ അതാത് സംസ്ഥാനങ്ങളിൽ ശക്തരായ കക്ഷികൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ തീരുമാനം? അല്ല, അത് നമ്മൾ മുൻപിൽ എടുത്ത തീരുമാനം, ഇവരെടുത്ത തീരുമാനം, ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഏറ്റവും ശക്തരായ കക്ഷികൾ ഉണ്ടാകുമ്പോൾ ആ കക്ഷികൾക്ക് കൂടി സമ്മതമുള്ള, അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് മാത്രമേ മുന്നണി ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുന്നണിയാവുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്തിനാണ് മത്സരിക്കുന്ന മുന്നണിയായിട്ട്? ജയിക്കാനാണ്. അപ്പോൾ നമ്മൾ മുന്നണികളിൽ നിന്ന് സീറ്റ് കക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ആ കക്ഷികൾക്ക് ജയിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരിക്കും, നമ്മൾ ഇലക്ഷൻ ജയിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ അതല്ലാതെ മുന്നണി ആകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ കേരളത്തിൽ പക്ഷേ അങ്ങും സീതാറാം യെച്ചൂരിയും ഒരേപോലെ വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു, കേരളത്തിൽ ഈ ഇന്ത്യ മുന്നണി ഒന്നുമില്ല, ഞങ്ങൾ വെവ്വേറെയാണ്. അപ്പോൾ ഇരു കൂട്ടരും ഒരേപോലെ ശക്തരായതുകൊണ്ടാണോ ഇവിടെ അങ്ങനെ ഒരു തീരുമാനം? അല്ല, കേരളത്തിലും പഞ്ചാബിലും ആ തീരുമാനം എടുത്തു, ബംഗാളിലും ആ തീരുമാനം എടുത്തു. ബംഗാളിൽ തീരുമാനിച്ചത് മമതയാണ്. മമതയാണോ? കേരളത്തിൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിൽ തൊട്ട് അയൽപ്പക്കത്ത് പറ്റുന്നുണ്ട്. അതവർക്ക് പറ്റുന്നുണ്ട്. അത് തമിഴ്നാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരു തുടർ ഭരണത്തിലേക്ക് പോകുമോ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ? എനിക്ക് തോന്നുന്നില്ല. കാരണം നരേന്ദ്രമോദി പോകില്ല എന്ന് കരുതിയിട്ട് തേർഡ് ടേമായി പിണറായി വിജയനും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നേ ഇല്ല. മൂന്നാമത് വരണം. അത് ഉണ്ടാകാതിരിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരും പ്രാർത്ഥിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ രണ്ടാം ഭരണം വന്നപ്പോൾ ഈ പാർട്ടിയും അധികാര പ്രമത്തത ഇങ്ങനെ ആയാൽ ഒരു മൂന്നാം ഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഇപ്പോൾ അവർ തിരുത്താനൊക്കെ പോവുകയാണ്. തിരുത്തി ചിലപ്പോൾ നന്നായെന്ന് വരും. അത് നല്ലതാവട്ടെ. നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നശീകരണം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. BJP പറയുന്നതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം പിന്നെ എന്ന് പറയുന്ന മുക്ത കേരളം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ BJP രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചാൽ ഈ ആഗ്രഹിക്കുന്നവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കില്ല രാഷ്ട്രീയ പരിണാമങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അത് അത്തരം കോമൺ സെൻസുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. നമ്മളിപ്പോൾ ഒരു പാർട്ടി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ പാർട്ടി ഇല്ലാതായാൽ നിങ്ങൾക്കതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെന്നില്ല. BJP വളരെ ഒന്ന് പേടിയുണ്ടോ കേരളത്തിൽ? എനിക്ക് അങ്ങനെ പേടിയില്ല. നമുക്ക് നോക്കാം. BJP തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു, കറക്റ്റാണ്. ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, അതും ആരാ പങ്കുവച്ചത്? മാധ്യമങ്ങൾ, സ്പോൺസേഡ് മീഡിയാസ്. ഒരു വർഷം മുമ്പ് ആരംഭിച്ച സർവേകൾ, പ്രീ പോൾ സർവേകൾ 400-400+. കോൺഗ്രസിന് 45 സീറ്റൊക്കെയാണ് ചില സർവേകൾ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് 45 സീറ്റ്, ചിലർ 30 സീറ്റ് പറഞ്ഞ സർവേകളുണ്ട് കോൺഗ്രസ് പാർട്ടി കിട്ടുന്നത്. അപ്പോൾ ഒരു വൺ സൈഡഡ് ഇലക്ഷൻ ഒന്നുമില്ല. കോൺഗ്രസിന് എല്ലാവരും ജയിലിൽ, അഴിമതി കേസ്, കംപ്ലീറ്റ് കേസ്, ഇന്ത്യ രാജ്യം മൂടി നിറഞ്ഞു നിൽക്കുന്ന പ്രഭാവം. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരിക്കുന്നു. വൻപിച്ച ഒരു കേരളത്തിലെ ജനങ്ങൾ, അതായത് കാറ്റ് പൂർണ്ണമായും BJPയുടെ ദിശയിലേക്ക് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലാണ് കേരളത്തിലെ അറ്റ്മോസ്ഫിയർ എന്നത്. ആ അറ്റ്മോസ്ഫിയർ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ. സത്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വോട്ട് ഷെയർ. സുരേഷ് ഗോപിയുടെ വിജയത്തെ എങ്ങനെ കാണുന്നു? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ വിജയമല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതൊരു BJPയുടെ വിജയമല്ല. കാരണം കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയി. 2-ാം സ്ഥാനം പിടിക്കാൻ പോലും പറ്റില്ല. ആനമുട്ട ഇടുവെന്നൊക്കെ പറഞ്ഞ K. മുരളീധരൻ ഇപ്പോൾ എവിടെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ല, അതിനകത്ത് പിന്നെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വരട്ടെ. അത് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത്. അതിനകത്ത് ഒരു പ്രാഥമിക നിരീക്ഷണം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ വിജയമായിട്ട് സുരേഷ് ഗോപി പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സംഘടനയുടെയും വിജയമാണെന്ന്. ഞാൻ കണ്ടത് സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റ്. അദ്ദേഹം അങ്ങനെ പറയട്ടെ, അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അദ്ദേഹം BJP നേതാവല്ലേ. അത് ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല. പക്ഷേ അത് വിലയിരുത്തുന്ന ആൾക്കറിയാം, BJPക്ക് വോട്ട് ചെയ്യാത്ത കുറേ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ഇലക്ഷൻ നടത്തിയാലും അതിപ്പോൾ ഇവിടെ ആയാലും KC വേണുഗോപാൽ തിരിച്ചു വന്ന് ആലപ്പുഴയിൽ മത്സരിച്ചത് കൊണ്ടാണ് ജയിച്ചത്. മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ വിജയം കൊണ്ടുപോകുമായിരുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. അല്ല, അത് ആലപ്പുഴയിലെ ജനങ്ങളെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു നമുക്ക് പറയാമെന്നല്ല. വ്യക്തിപരമായ വോട്ടുകൾ അങ്ങേക്കും ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു സത്യമല്ല. തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ വോട്ടുകൾ കിട്ടും.
വ്യക്തിപരമായ വോട്ടുകളിലാണ് ഒരു പരിധിവരെ ഇന്നത്തെ രാഷ്ട്രീയം. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, രാഷ്ട്രീയ വോട്ടുകളായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. പേഴ്സണൽ വോട്ടുകൾ നന്നായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അത് സുരേഷ് ഗോപിക്ക് അവിടെ കുറച്ച് കിട്ടിയത് വ്യക്തിപരമായ വോട്ടുകളായിരുന്നു. കെ മുരളീധരൻ അവസാന നിമിഷത്തിലാണ് അവിടേക്ക് വന്നത്. അതൊരു തെറ്റായ തീരുമാനമായി പോയി ആ ഒരു അല്ല, അതൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പരിശോധനയിൽ മനസ്സിലാവും നമുക്ക് അത് തീരുമാനം തെറ്റായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. സാഹചര്യങ്ങളാണല്ലോ ഒരു തീരുമാനം എടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അത് ഒരു പരിശോധന നടത്തിയിട്ട് വരണം. ഈ വർഗീയത കൊണ്ടാണ് ജയിച്ചത്, വർഗീയതയാണ് ഇത്തവണ UDF വളമാക്കിയത് എന്നൊക്കെയാണ് മറുപക്ഷത്ത്, അതായത് CPIഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഈ തോൽവി വിലയിരുത്തുമ്പോൾ അതൊക്കെ ഒരു ഘടകമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലീഗിനെ അടക്കം പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അവർ തോറ്റു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തം ചാരാൻ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊരു നികൃഷ്ടമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് എങ്ങനെ UDFൽ വർഗീയത ആരോപിക്കാൻ പറ്റും? കേരളത്തിലെ ജനങ്ങളിൽ വർഗീയത എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് മുസ്ലിം വർഗീയതയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? എ എം ആരിഫ്. കോഴിക്കോട് MK രാഘവനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, CPIഎം സ്ഥാനാർത്ഥി ആരായിരുന്നു? ആ രണ്ടിടത്തും ഞാൻ ഇവിടെ പറയും, ഞാൻ ഓരോ ബൂത്തിലും പരിശോധിച്ചിട്ടാണ് പറയുന്നത്. വർഗീയത നോക്കിയിട്ടാണോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്? കോഴിക്കോട് വർഗീയത നോക്കിയിട്ടാണോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്? വെറുതെ ഇങ്ങനെ പറയാം. പലരും ഞാൻ പറയാണ്, യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ? സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വർഗീയത നോക്കിയിട്ടല്ല അവർ വോട്ട് ചെയ്യുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോടെയും ആലപ്പുഴയിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയം. വടകരയിൽ പക്ഷേ കെ മുരളീധരനെ മാറ്റി അവിടെ നിർത്തിയത് ഷാഫി പറമ്പിലിനെയാണ്. അതാണ് അവർ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതാണ് ഇളവരം കാര്യം. കോഴിക്കോട് നിന്നാൽ അതല്ല, വടകരയിൽ ഷാഫി പറമ്പിൽ നിന്നാൽ അങ്ങനെയാണ് CPIഎം. ആലപ്പുഴയിൽ ആരിഫ് നിന്നാൽ അതല്ല. ഇതൊന്തൊരു ഭാഷയാണ്. തോറ്റു കഴിഞ്ഞാൽ തോറ്റ ന്യായങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ ഭാഷയിൽ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? കഴിഞ്ഞ തവണ ഇപ്പോൾ ആലപ്പുഴയിൽ എങ്ങനെയായിരിക്കും UDF തോറ്റത്? അങ്ങല്ലാത്തതുകൊണ്ടാണോ? അന്ന് ഷാനിമോൾ ഉസ്മാൻ വേഴ്സസ് AM ആരിഫ് ആയിരുന്നു, ശോഭാ സുരേന്ദ്രൻ എന്ന ഘടകവും ഇല്ലായിരുന്നു. അല്ല, അതിപ്പം നമ്മൾ പറയില്ല, കഴിഞ്ഞ തവണ നമ്മൾ തോറ്റു. ആ ഒരു സാഹചര്യം ഞങ്ങൾ പഠിച്ചു. കഴിഞ്ഞ തവണ ഷാനിമോളും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് തോറ്റു. ആ സാഹചര്യങ്ങൾ കൂടുതൽ വിശകലനത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തോൽവി വിലയിരുത്തിയ ശേഷമാണ് അങ്ങ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചത്. അങ്ങനെയല്ല, ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നല്ലോ.